ഞായറാഴ്ച കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ് അപകട സമയത്ത് സഞ്ചരിച്ചത് 120 കിലോമീറ്റർ വേഗത്തിന് മുകളിൽ. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് രൂപീകരിച്ച നാറ്റ്പാക്, NHAI മോട്ടോർ വാഹന വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ബസിന്റെ വേഗം സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചത്. കുറ്റിപ്പുറത്തുള്ള ആറുവരി പാതയിലെ നിരീക്ഷണ ക്യാമറകളുടെ കൺട്രോൾ റൂമിൽ നിന്നാണ് അന്വേഷണ സംഘം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചത്. ആറുവരി പാതയിലെ സർവീസ് റോഡുകളുടെ പ്രവേശന ഭാഗങ്ങളിലും പുറത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലും വലിയ വാഹനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട വേഗം 50 കിലോമീറ്ററാണ്. അപകടം നടന്ന അത്താണി ബസാർ സർവീസ് റോഡിന്റെ പ്രവേശന കവാടത്തിലെത്തുന്നതിന് മുൻപ് അപകടത്തിൽപ്പെട്ട ബസിന്റെ വേഗം 130-120 കിലോമീറ്ററിന് മുകളിലായിരുന്നു. ആറുവരി പാതയിൽ വലിയ വാഹനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പരമാവധി വേഗം 80 കിലോമീറ്ററാണ്. അമിത വേഗവും അപകടം നടക്കുന്ന സമയത്ത് മഴ പെയ്തതിനാൽ ബസിന്റെ ടയറും റോഡും തമ്മിൽ വേണ്ടത്ര ബന്ധിക്കപ്പെടാതിരുന്നതുമാണ് അപകട കാരണമെന്ന് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അത്താണി ബസാർ വഴിയുള്ള സർവീസ് റോഡ് അപകടം നടന്ന ഭാഗത്തു വെച്ചാണ് ആറുവരി പാതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ആറുവരി പാത കടന്നു പോകുന്നിടത്ത് ചെറിയ തോതിലുള്ള തിരിവുമുണ്ട്. സർവീസ് റോഡിൽ നിന്ന് വേഗത്തിൽ വാഹനങ്ങൾ പ്രവേശിക്കുമ്പോഴോ ആറുവരി പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി സംഘം വിലയിരുത്തി. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബസ് ഡ്രൈവർ നിലവിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ശാരീരികാവസ്ഥയിലല്ല. ഡ്രൈവറെ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂവെന്നും അപകടവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമേ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ആറുവരി പാതയിൽ വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് തടയിടാൻ നിരീക്ഷണ ക്യാമറ സംവിധാനം നടപ്പാക്കണമെന്ന് NHAI ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അപകടത്തിൽപ്പെട്ട ബസിന്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനം, ടയറുകളുടെ കാലപ്പഴക്കം എന്നിവ പരിശോധിച്ചിരുന്നു. മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO യൂസഫ്, ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP സുനിൽ പൂഷാജി, ക്വാളിറ്റി എഞ്ചിനീയർ തേജസ് വാർ റെഡ്ഡി, ലൈസൻസ് ഓഫീസർ PP അഷ്റഫ്, NHTPSI സയന്റിസ്റ്റ് സജീവ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. കേരള വിഷൻ, വളാഞ്ചേരി.